ഖുർആൻ പറയുന്നു, ഈ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ അടിയാറുകൾ എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ച ആളുകളുടെ പ്രത്യേകത വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അവിവേകികളായ ആളുകൾ, അപക്വമതികളായ ആളുകൾ, വെട്ടികളായ ആളുകൾ അവര് പലതും നിങ്ങളോട് പറയും. അവര് നിങ്ങളെ പ്രകോപിക്കാൻ വിധത്തിലുള്ള സംസാരങ്ങൾ അവരിൽ നിന്നുണ്ടാകും. ആ സന്ദർഭത്തിൽ നിങ്ങൾ വളരെ സമരസപ്പെട്ടുള്ള സംസാരമായിരിക്കണം, വളരെ പക്വത നിറഞ്ഞ സംസാരമായിരിക്കണം, സമാധാനപൂർണമായ സംസാരമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ഇബാദുർ റഹ്മാൻ ആവുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സമുദായത്തെ മുഴുവനും മുറിവേൽപ്പിക്കും വിധത്തിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമാണെന്നും ഒരു പ്രത്യേക വിഭാഗം ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോ നമ്മളങ്ങ് കലിതുള്ളിയിട്ട് മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അവർ പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടതില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അതങ്ങ് വിട്ടേച്ച് കാണാം. അങ്ങനെ പലരും പറയും. കാരണം എന്തുകൊണ്ട്? പഴയ കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത പല പുരോഗതികളും ഇന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ അനുഭവിക്കുകയാണ്. അവിടെ കൂടുതൽ താമസിക്കുന്നത് മുസൽമാനാണ്, മുസ്ലിങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. പല പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ചില വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് വെച്ച് അത് അവരുടേതായ രാജ്യം എന്നൊന്നും ആരും ഇന്നതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചില പ്രചണ്ഡമായ പ്രചാരണത്തിന്റെ പിന്നിലൂടെയാണ്. അതെല്ലാം മതവിദ്വേഷവും മതവെറിയും ഒക്കെ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് ഇവിടെ സ്പർദ്ധ വളർത്താൻ, ജനങ്ങളെ അകറ്റാൻ, ജനങ്ങൾക്കിടയിൽ പഴയകാലത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംവിധാനമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. വഖഫിലൂടെ നാം വായിച്ചല്ലോ അതല്ല. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ എരുത്തിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുക എന്ന സംവിധാനമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഖുർആൻ പറയുകയാണ്, വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അങ്ങനെ ഏതെങ്കിലും അവിവേകികൾ നിങ്ങളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും കുമ്പസരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നുവെങ്കിൽ ഖാലൂ സലാമ, നിങ്ങൾ സമാധാനത്തോടു കൂടെയായിരിക്കണം അവരെ നേരിടേണ്ടത്. നിങ്ങൾക്ക് പക്വത നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ അവിവേകികളായി പോകാൻ പാടില്ല. നിങ്ങൾ അപക്വമതികളായി പോകാൻ പാടില്ല. നമ്മൾ വളരെ ബോൾഡായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ വാക്കിനെ പിന്താങ്ങിക്കൊണ്ട് മറ്റുള്ള പല ആളുകളും പിന്നീട് പല പ്രസ്താവനകൾ ഇറക്കുകയാണ്. വിശുദ്ധ റമദാനാകുന്ന ഒരു മാസത്തിൽ മലപ്പുറം ജില്ലയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരിറക്ക് വെള്ളം പോലും കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരുടെ മുന്നിലാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ നോക്കണം. പള്ളിയിൽ കയറിയിട്ട് അന്നത്തെ ദിവസം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ ആരും അന്ന് വെള്ളം കുടിക്കുന്നില്ല, എല്ലാ കുട്ടികളടക്കം നോമ്പുകാരാണ്, എല്ലാവരെയും പട്ടിണി കിട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നൊരു വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതിനൊക്കെ പ്രതികരണങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ വന്നു. നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. എവിടെയൊക്കെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പക്വത നഷ്ടപ്പെടരുത് എന്നാണ്. അവരൊരു കോലം കത്തിച്ചു എന്ന് വെച്ച് നമ്മൾ ഒരു കോലം കത്തിക്കരുത്. അല്ലെങ്കിലും കോലമുള്ള ആളുകളുടെ കോലല്ലേ കത്തിക്കേണ്ടതുള്ളൂ, കോലില്ലാത്ത ആളുകളുടെ കോലം കത്തിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്തു എങ്കിൽ അതിന്റെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയോ അതേ നാണയത്തിൽ കോലം കത്തിക്കുകയോ ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അതാ പറഞ്ഞത്, വൈദാ ഖാതബഹുൽ ജാഹിലൂൻ. നിങ്ങൾ ഇബാദുർ റഹ്മാനായി ജീവിക്കണം, അല്ലാഹുവിന്റെ അടിയാറുകളായി ജീവിക്കണം. ആ അടിയാറുകളുടെ പ്രത്യേകത പറയാൻ, വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അവിവേകികളും അപക്വമതികളും ഇവിടത്തെ രാജ്യത്തെയും ഇവിടത്തെ സംസ്കാരത്തെയും തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പലതും എറിഞ്ഞു തരും. അതിന്റെ പിന്നാലെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു വർഗീയ സംഘർഷത്തിന് വേണ്ടി നിങ്ങളാരും തല വെച്ചു കൊടുക്കരുത് എന്ന് ഖുർആൻ പറയാം. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അതാണ് ഇബാദുർ റഹ്മാൻ എന്നതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിക്കൊണ്ട് വിശാലമായി പ്രതിപാദിക്കുന്നുണ്ട്. വൈദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു വഖാലൂ ലനാ അഅമാലുനാ വലകും അഅമാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. മറ്റിടത്ത് ഖുർആൻ പറയാൻ, ആരെങ്കിലും എവിടെയെങ്കിലും നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്വവുമില്ലാതെ, ഒരു വിധത്തിലുള്ള തെളിവുകളും ഇല്ലാതെ, ഒരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചു വിടുന്ന സാഹചര്യത്തിൽ ഏത് നിലപാടാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്നാ പറയുന്നത്?
നിങ്ങൾ അവരോട് പറയേണ്ടത് വഖാലൂ ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ, ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായ നിലപാടുകളുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ, ഇവിടെ കർമ്മ മണ്ഡലങ്ങളിൽ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്, ഇവിടെ ഭൗതികവും ആത്മീയവുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തു തീർക്കേണ്ടവരാണ് ഞങ്ങൾ. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഭാഗവതങ്ങൾ ഉണ്ടാക്കിയിട്ട് ചാനൽ ചർച്ചയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തെ കീറി മുറിക്കാനുള്ളവരല്ല ഞങ്ങൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അവരോട് പറയേണ്ട മറുപടി വഖാലൂ ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ, ഞങ്ങൾക്ക് ഒരുപാട് സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ മുഴുകാനുണ്ട്. അതുകൊണ്ട് ലനാ അഅ്മാലുക്കും ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിങ്ങൾ നിങ്ങളെ പണിയെടുത്തു പോയിക്കോ, നിങ്ങളെ മൈൻഡ് ചെയ്യാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്ന് പറയണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം ഇബാദുർ റഹ്മാൻ. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ എണ്ണി പറയുകയാണ് സൂറത്തുൽ ഫുർഖാനിലൂടെ. എന്നിട്ട്